ഹലോ ഗൈസ്, എല്ലാവർക്കും ഡൈഹാർഡ് KBFC എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഗൈസ്, ഇന്നലെ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈയിൻ FC മാച്ച് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന സംഭവ വികാസങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇന്നലത്തെ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ നടന്ന സംഭവങ്ങളെ തുടർന്ന് ലൂണയും നോഹയും തമ്മിലുള്ള കയ്യേറ്റവും വാക്കുതർക്കവുമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഇടയിൽ വൻ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. ഒരു തകർപ്പൻ മത്സരവും വിജയവുമാണ് നമ്മൾ ഇന്നലെ സ്വന്തമാക്കിയെങ്കിലും ആ ഒരു വിജയത്തിന്റെ മാധുര്യം കുറക്കുന്ന രീതിയിലുള്ള സീനാണ് ഇന്നലെ ലൂണയും നോഹയും തമ്മിൽ ഉണ്ടായത്. ഗൈസ്, സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം ഭയങ്കരമായിട്ട് ഊതി പീർപ്പിച്ച് വലുതാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ശരിയാണ്, കുറച്ച് നാളുകളായിട്ട് നോഹ സദോയ് കുറച്ച് സെൽഫിഷ് ആയിട്ട് തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു സെൽഫിഷ്നെസ് തന്നെയാണ് പല കളികളിലും നമുക്ക് പോയിന്റ് നേടി തന്നിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ചൊക്കെ സെൽഫിഷ് ആവുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഫുട്ബോൾ എന്നതൊരു ടീം പ്ലേ ആണ്, ടീം വർക്കാണ് എന്നിപ്പോൾ അടിയിൽ വന്ന് പലരും വാദിച്ചേക്കാം. അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഒരു പ്ലെയറിന്റെ ഇൻഡിവിജ്വൽ ക്വാളിറ്റിയോ പ്ലേ മേക്കിംഗ് സ്റ്റൈലോ നമ്മളെ കൊണ്ട് മാറ്റാൻ സാധിക്കില്ല. നോഹ സദോ എന്ന് പറയുന്ന താരത്തിന്റെ കൈൻഡ് ഓഫ് പ്ലേ അങ്ങനെ തന്നെയാണ്. അത് ഇവിടെ കളിക്കുമ്പോൾ മാത്രമല്ല, FC ഗോവയിൽ കളിക്കുമ്പോഴും ഏതാണ്ട് അതേപോലെ തന്നെയായിരുന്നു. സോ അദ്ദേഹത്തിന്റെ ആ ഒരു പ്ലേയിങ് സ്റ്റൈൽ കണ്ട് അത് അക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെയാണ് SD ആയിട്ടുള്ള കാരോളിസ് കിംഗീസ് നോഹ സദോയെ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് ഇതൊക്കെ തന്നെയാണ്. എന്ന് കരുതി അദ്ദേഹം ഭയങ്കരമായ ഒരു സെൽഫിഷ് പ്ലെയർ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതേ ചെന്നൈക്കെതിരെ തന്നെ നോഹ സദോയാണ് കൊച്ചിയിൽ വെച്ച് നടന്ന മത്സരത്തിൽ രാഹുൽ KPക്ക് ഒരു സെൽഫിഷ്നെസ്സും കാണിക്കാണ്ട് ഒരു സുന്ദരമായ ഒരു അസിസ്റ്റ് വെച്ചു കൊടുത്തത്. നോഹ സദോയ് ISLലെ ടോപ്പ് 5 ഫോറിൻ പ്ലേയേഴ്സിൽ ഒരാൾ തന്നെയാണ്. ഈ ഒരു സീസണിൽ നല്ലൊരു സ്ക്വാഡ് നമ്മൾക്കുണ്ടായിട്ട് നമ്മൾ ഇപ്പോഴും പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്ത് നിൽക്കുന്നതിന്റെ മെയിൻ കാരണമായിട്ട് എനിക്കിപ്പോൾ പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നമ്മുടെ പഴയ കോച്ചായിട്ടുള്ള മിക്കായൽ സ്റ്റാറയുടെ ഫ്ലോപ്പ് ടാക്ടിക്സ് കൂടിക്കൊണ്ട് തന്നെയാണ്. നോവയെ ഓവർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് മിക്കായൽ സ്റ്റാറ എന്ന പരിശീലകൻ ഇവിടെ കുറച്ച് നാൾ സർവൈവ് ചെയ്തു നിന്നത്. ശരിക്കും അത് തന്നെയാണ് ഈ ഒരു സീസൺ പാളാനുള്ള മെയിൻ കാരണം. നമ്മൾ നോയെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് എന്ന് എതിർ ടീമുകൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുകയും അവർക്കത് പ്രതിരോധിക്കാനുള്ള വഴി നമ്മൾ തന്നെ തുറന്നു കൊടുക്കുകയും ചെയ്തതുകൊണ്ടാണ് പല മത്സരങ്ങൾക്കും നമുക്ക് റിസൾട്ട് ഇല്ലാതെയായി പോയത്. മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സീസണിൽ ടീമായിട്ട് കളിക്കാത്തതിൻ്റെ മെയിൻ കാരണം അതൊരിക്കലും നോഹ സദോയ് അല്ല, അതൊരു കോച്ചിൻ്റെ അഭാവം തന്നെയാണ്. കൃത്യമായ ഒരു ഗൈഡൻസ് ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ് നമ്മൾ ഈ ഒരു സീസണിനെ ശരിക്കും ബാധിച്ചത്. നമ്മളുടെ പ്രീവിയസ് മാച്ചിലും നോഹ സദോയ് സെൽഫിഷായിട്ട് കളിക്കുന്നതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെയാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് ഇന്നലെ ചെന്നൈക്കെതിരെ നോഹ കാണിച്ച ആ ഒരു സെൽഫിഷ് മൈൻഡിനെ ഞാനൊരിക്കലും കുറ്റം പറയത്തില്ല. കാരണം മത്സരത്തിന്റെ 75-80 മിനിറ്റോളം നോഹ സദോയ് സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലായിരുന്നു. എല്ലാ കളിയും സ്റ്റാർട്ടിംഗ് 11 കിട്ടിയ ഒരു മെയിൻ പ്ലെയർ പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായ ഒരു ഫ്രസ്ട്രേഷൻ അദ്ദേഹത്തിനുണ്ടാവും. സബ്ബായി ഇറങ്ങുമ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്തിൽ നിന്ന് ആ ഒരു ഫ്രസ്ട്രേഷൻ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. സബ്ബായി ഇറങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു ഗോൾ അടിച്ച് തന്റെ സ്റ്റാർട്ടിംഗ് 11 വീണ്ടും തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും നോഹയുടെ ലക്ഷ്യം. അത് തന്നെയായിരിക്കും അദ്ദേഹം ട്രൈ ചെയ്തത്. സോ 1 മാൻ ഡിഫൻഡർ മാത്രം ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ലെവൻസിന്റെ പോസ്റ്റിൽ ഗോൾ അടിക്കുക എന്നുള്ളത് നോഹനെ പോലുള്ള പ്ലെയറിന് സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ട്രൈ ചെയ്തു. ബട്ട് അത് അടിതെറ്റി ബ്ലാസ്റ്റായി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും അവിടെ ഫ്രീ ആയിട്ട് നിന്ന് ഇഷാൻ പണ്ഡിതൊക്കെ ആ ഒരു ബോൾ കൊടുക്കുകയാണെങ്കിൽ 100% ഗോൾ ചാൻസ് തന്നെയായിരുന്നു. ബട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, നോഹ സദോയ് ആ ഒരു സമയത്ത് ആ ഒരു ഷോട്ട് ഇറങ്ങുമ്പോൾ ബ്ലൈൻഡായി പോയി എന്നുള്ളത് തന്നെയാണ്. ഗോൾ ഡിഫറൻസ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ബിഗ് ചാൻസ് മിസ്സാക്കിയത് കൊണ്ട് തന്നെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ലൂണ അവിടെ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി പോയതാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം ഇനി ആരെടുത്ത് ഊതി പീർപ്പിക്കരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ തമ്മിൽ തന്നെ തീർത്തോളും. ചിലരൊക്കെ നോഹ ഗോൾ അടിക്കുമ്പോൾ നോഹ ചെകുത്താനാണ്, വേടനാണെന്നൊക്കെ ആവേശം കയറി പറയും. എങ്ങാനും നോഹ സെൽഫിഷായിട്ട് കളിക്കുമ്പോൾ ആവേശം കുറഞ്ഞ് നോഹ ഫുണ്ടയാണെന്നും പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്നവർക്കൊക്കെ ചെവി കൊടുത്ത് നമ്മുടെ ടീമിൽ ഇത്രയും നാളും ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കളിച്ചൊരു പ്ലെയർക്കെതിരെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്ത് ഒരു ടിപ്പിക്കൽ മലയാളി സ്വഭാവം കാണിക്കാതിരിക്കുക. സോ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടായിരിക്കും. ബൈ, സ്റ്റേ ട്യൂൺഡ്.